ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ട്രാവൽ ഫെസ്റ്റിൻ്റെ പുതിയൊരു സ്വാഗതം. ഞാൻ 2024 മെയ് 2 ഒരു നോർത്ത് ഈസ്റ്റ് യാത്ര പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നോർത്ത് ഈസ്റ്റ് യാത്രയുടെ കഥകളാണ് ഞാൻ നിങ്ങളുടെ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പല വ്ളോഗ് ചെയ്യുന്നതിലും ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഇന്നത്തെ വ്ളോഗ് ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. അതായത് സാധാരണ ഓരോ വ്ളോഗ് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഡയറക്റ്റ് അങ്ങനെ വീഡിയോ എടുത്തിട്ടാണ്. പിന്നീട് വ്ളോഗ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇതേപോലെ വന്നിരുന്നിട്ട് പോയ യാത്രയുടെ വീഡിയോസ് എല്ലാം ഈ ഒരു വ്ളോഗിലൂടെ കഥകൾ പറയുന്നത് കൂടെ തന്നെ ആ ഒരു പോയ വീഡിയോ മൂമെൻറ്റ്സ് ഉണ്ടായ ആ ഒരു ക്യാപ്ചർ ചെയ്ത ആ ഒരു വീഡിയോസ് എല്ലാം ഈ ഒരു വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്ത് കാണിക്കുന്ന രീതിയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്താ ചെയ്യുക, ഈ ഒരു ഇങ്ങനെ ചെയ്യുന്ന വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക, ഇങ്ങനത്തെ വ്ളോഗ് നന്നായിരിക്കും എന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതേപോലെ തന്നെ മുന്നോട്ട് തുടരാനാണ് പ്ലാന്. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്ത് ശ്രമിക്കുക. അപ്പോൾ 2024 മെയ് 2 നമ്മുടെ യാത്ര പ്ലാൻ ചെയ്തിരുന്നത്. അന്നായിരുന്നു എൻ്റെ കോളേജ് ജീവിതം കഴിഞ്ഞതും. അന്ന് രാത്രി ഞങ്ങൾ ട്രെയിൻ കയറുകയുണ്ടായി. നമ്മൾ മൊത്തം 5 പേരായി നമ്മൾ ഉണ്ടായത് യാത്രയിൽ. ഞാൻ ഓരോ യാത്ര പോകുന്നത് വെച്ചാൽ ഇപ്പോൾ എൻ്റെ നാട്ടിൽ നിന്ന് ആരും അങ്ങനെ കൊണ്ടുപോകാറില്ല. ഞാൻ ഒരു സ്റ്റോറി ഇടും ഇൻസ്റ്റഗ്രാമിൽ. ആ സ്റ്റോറിയിലൂടെ ആയിരിക്കും ഞാൻ ആൾക്കാരെ എനിക്ക് മെസ്സേജ് അയക്കും. അതിലെനിക്ക് പറ്റുന്ന രീതിയിലുള്ള ആൾക്കാരാണ്. ഇപ്പോൾ എൻ്റെ മൈൻഡ് സെറ്റിലൊക്കെ എനിക്ക് തോന്നുന്ന ഒരാൾക്കാരെ ഞാൻ അവരുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്തിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ പറയും. ഇന്ന പോലെയൊക്കെ നമ്മൾ പോകുന്നത്, വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും പോകുന്നത്, ഹിച്ച് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന രീതിക്കും പോകുന്നതൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ അവിടെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ആദ്യം ആ യാത്ര തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ പോയൊരു യാത്രയാണ് നമ്മുടെ ആ ഒരു നോർത്ത് ഈസ്റ്റ് യാത്ര. അപ്പോൾ അതിൻ്റെ കഥകളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നത് വെച്ചാൽ 2024 മെയ് 2 രാത്രിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയ ട്രെയിൻ വെച്ചാൽ കന്യാകുമാരിയിൽ നിന്ന് നാഗാലാൻഡ് ദിബ്രുഗഡിലേക്ക് ആഴ്ചകളിലൊക്കെ പോകുന്ന ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസ് ആ ഒരു ട്രെയിനിലാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ ആ ഒരു ട്രെയിനിൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആ ഒരു ട്രെയിനിൽ പോകുന്നത് AC ഒക്കെ എടുത്ത് പോയാൽ നമുക്കൊരു സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഞങ്ങൾ പോയെന്ന് വെച്ചാൽ ജനറലായിരുന്നു. ഞങ്ങൾ ട്രെയിൻ ടിക്കറ്റിന് വേണ്ടി ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾ ലാസ്റ്റ് തൽക്കാലമൊക്കെ ട്രൈ ചെയ്ത് നോക്കി, എന്നിട്ടും കിട്ടിയില്ല. 2 ദിവസം അങ്ങനെ യാത്ര നീട്ടി വെക്കേണ്ടത്. അങ്ങനെയാണ് മെയ് 2 എന്നുള്ള ആ ഒരു ഇതിലേക്ക് വരുന്നത് തന്നെ. ലാസ്റ്റ് പിന്നെ ട്രെയിൻ ടിക്കറ്റ് കിട്ടാൻ വന്നപ്പോഴത്തേക്ക് ലാസ്റ്റ് ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് അങ്ങനെയുള്ള യാത്ര ചെയ്തു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വെച്ചാൽ മലപ്പുറത്ത് നിന്നുണ്ടായിരുന്ന 3 പേരായിരുന്നു. പിന്നെ ഒരാൾ തൃശ്ശൂർ. അങ്ങനെ മലപ്പുറത്ത് നിന്നുള്ളവർ എറണാകുളത്തേക്ക് വന്നു. അപ്പോൾ എറണാകുളം നമ്മൾ ചൂസ് ചെയ്യാൻ കാര്യം വെച്ചാൽ എറണാകുളത്താകുമ്പോൾ ഒരുപാട് ആൾക്കാർ കയറുന്നതും ഇറങ്ങുന്ന സ്ഥലവും എറണാകുളം ആയതുകൊണ്ട് തന്നെ എറണാകുളത്തു നിന്നായിരുന്നു നമ്മൾ കയറിയത്. അപ്പോൾ നമുക്ക് ആ ഒരു തിരക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിഞ്ഞ് കിട്ടുകയും ചെയ്യും. പിന്നെ അതുപോലെ നമുക്ക് ചിലപ്പോൾ ബെർത്ത് കിട്ടാനും ചാൻസ് ഉണ്ട് മറ്റേ ജനറലിൽ. ഞങ്ങളങ്ങനെ ആ ഒരു ട്രെയിൻ അങ്ങനെ ചൂസ് ചെയ്യും. പിന്നെ അത് തന്നെ അങ്ങനെ ഞങ്ങൾ ഒരു കരുതലിനാണ് ഞങ്ങൾ ഹാമൊക്കെ ഞങ്ങൾ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്നവർക്കൊക്കെ നമുക്ക് പോകുകയാണെങ്കിൽ തൊട്ടിയാണ്. ഇപ്പോൾ നോർത്ത് സൈഡിലൊക്കെ പോയി പലരും ഈ ഒരു തൊട്ടി പുതപ്പ് കാലമൊക്കെ കെട്ടിപ്പോകും നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഈ ഒരു തൊട്ടി ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഡെക്കാത്തിൽ നിന്ന്. അങ്ങനെ ആ ഒരു തൊട്ടിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോയത്. അങ്ങനെ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ അങ്ങനെ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോഴത്തേക്ക് ഫ്രണ്ട്സ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടായിരുന്നു ഞാൻ അവരെ ആദ്യമായി കാണുന്നതും. അങ്ങനെ ഞാൻ ചെന്നെത്തിയതും കുറച്ച് ടൈം കഴിയുമ്പോൾ തന്നെ ട്രെയിൻ വിടുകയുണ്ടായിരുന്നു. അങ്ങനെ ട്രെയിനിൽ കയറി. പിന്നെ ഒരാൾ അൽത്താഫ് എന്ന് പറയുന്നൊരു സുഹൃത്ത് തൃശ്ശൂരിൽ നിന്നായിരുന്നു. അങ്ങനെ മൊത്തം ഞങ്ങൾ തൃശ്ശൂർ ഞങ്ങൾ 5 പേരും കൂടി ഒരുമിച്ചായി. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ മുമ്പോട്ട് യാത്ര പോവുകയായിരുന്നു. വന്ന് ഇതിൽ ഞങ്ങളെല്ലാവരും പരിചയപ്പെടുകയും അങ്ങനെ പക്ഷേ എനിക്ക് മാത്രമേ എല്ലാവരും അറിയുള്ളൂ. പക്ഷേ ബാക്കി കൂടെയുള്ളവർക്ക് അങ്ങനെ പരസ്പരം അറിയാത്തതുകൊണ്ട് അങ്ങനെ പരിചയപ്പെടുന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് നേരെ യാത്ര മുമ്പോട്ട് പോവുകയുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു യാത്ര വെച്ചാൽ 3 ദിവസത്തെ ട്രെയിൻ യാത്രയാണ് തന്നെ. 3 ദിവസം ട്രെയിൻ യാത്ര വളരെ ഇപ്പോൾ ട്രെയിനിൽ ഇരിക്കുമ്പോൾ തന്നെ കുറേയൊക്കെ ഇടങ്ങേറുണ്ടാവും പലർക്കും. പക്ഷേ എനിക്കൊക്കെ വെച്ചാൽ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് തന്നെ. വളരെ എനിക്ക് പോകുമ്പോഴത്തേക്കും ഒരു അടിപൊളിയായിട്ട് തോന്നിയ യാത്ര വെച്ചാൽ ട്രെയിൻ യാത്രയാണ്. ഒരുപാട് ആൾക്കാരെ നമുക്ക് അടുക്കാൻ സാധിക്കും, പരിചയപ്പെടാൻ സാധിക്കും. കുറേ ഭക്ഷണങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ എത്തുമ്പോഴത്തേക്കും അവിടെയുള്ള വെറൈറ്റി ഫുഡ്സൊക്കെ ഇതുപോലെ ട്രെയിനിലൊക്കെ വരും. വടാപ്പാവ് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ ഞങ്ങളുടെ യാത്ര പിന്നെ അതുമല്ല കൊങ്കം വഴി അല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് റേഞ്ചിൽ അങ്ങനെ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിട്ടില്ലായിരുന്നു. നമ്മൾ രാത്രി അങ്ങനെ കിടക്കുന്നത് വെച്ചാൽ ബെർത്തൊന്നും കിട്ടാത്തതുകൊണ്ടിട്ട് ഞങ്ങൾ ഹാമൊക്കെ എടുത്തിട്ട് ഞങ്ങൾ കെട്ടിയിട്ടാണ് കിടന്നത്. ഞങ്ങൾ 5 പേരും ഹാമൊക്കെ ഓരോ നിര വെച്ചിട്ട് അങ്ങനെ കെട്ടാൻ തുടങ്ങി. അങ്ങനെ ഹാമൊക്കെ കെട്ടുമ്പോൾ തന്നെ ആൾക്കാർ നമ്മളിങ്ങനെ നോക്കുന്നുണ്ട്, ഇവരെന്താ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. നമ്മൾ പല ടൈമിലും ട്രെയിനിൽ ഇങ്ങനെ ഈ ഒരു ഹാമൊക്കെ കെട്ടുമ്പോൾ പലരുടെ മുഖത്തൊരു ഭാവമാണ് ഇത് പൊട്ടി വീഴുക.
ചിലപ്പോൾ പൊട്ടി വീഴാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഇത് ഇല്ലീഗലാണ്. എന്നാലും നമുക്കൊന്ന് കിടന്നുറങ്ങണമെന്നുള്ള ഇതിൽ അങ്ങനെ ഇതിൽ കെട്ടി അങ്ങനെ കിടക്കുകയാണ്. വേറെ ആൾക്കാർക്ക് ഞങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുമില്ല. ഞങ്ങളുടെ ഒരു സേഫ്റ്റി എല്ലാം നോക്കിക്കൊണ്ട് ഞങ്ങൾ ഹാമക്കെല്ലാം ട്രെയിനിൽ കെട്ടി അങ്ങനെ കിടന്ന് ഞങ്ങൾ കിടന്ന് വെച്ച് വൈകി അവിടെ തന്നെ രാവിലെ എണീക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. രാവിലെ എണീക്കുമെന്ന് വെച്ചാൽ തമിഴ്നാടെത്തിയപ്പോൾ തന്നെ തമിഴ്നാട് ഓൾറെഡി നമ്മൾ കഴിഞ്ഞിരുന്നു രാത്രി തന്നെ. അപ്പോൾ തമിഴ്നാട് ഏത് ഡിസ്ട്രിക്റ്റാണ് നമ്മൾ ഓർക്കുന്നില്ല. അങ്ങനെ അവിടെ എത്തിയപ്പോഴുണ്ട് ഏത് സ്റ്റോപ്പിലെത്തിയപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് എന്നാണ് നമ്മൾ വിളിക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ട്. ട്രാൻസ്ജെൻഡേഴ്സ് എൻ്റെ അടുത്ത് പലപ്പോഴും വരുമ്പോഴത്തേക്ക് ഞാൻ പറയും സ്റ്റുഡൻസ് ആണെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി വിടും. അപ്പോൾ സ്റ്റുഡൻസ് ആണെന്ന് പറയുമ്പോൾ ഗുണമെന്ന് വെച്ചാൽ അവർ നമ്മളിൽ നിന്ന് പൈസ വാങ്ങിക്കൂല, അവർ നമ്മളിൽ നിന്ന് പോകും. എല്ലാം പോയി കഴിഞ്ഞ് പിന്നെ നമ്മൾ അങ്ങനെ ഉറക്കത്തിൽ നിന്നെല്ലാം എണീച്ച് പിന്നെ നേരെ ബ്രഷെല്ലാം ചെയ്ത് നമ്മൾ ചായ എല്ലാം കുടിച്ച ശേഷം പിന്നെ നമ്മൾ ആ ഒരു ടൈം സമ്മർ ടൈമാണ് തന്നെ നോർത്ത് സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് ചൂട് കൂടിയായിരുന്നു. വളരെയധികം ചൂടായിരുന്നു അനുഭവപ്പെട്ടത്. ലാസ്റ്റ് ചൂട് സഹിക്കാൻ പറ്റാതെ ഞാനും കൂടെ അൽത്താഫ് എന്ന സുഹൃത്തുക്കൾ ഞങ്ങൾ നേരെ AC കോച്ചിലേക്ക് ഞങ്ങൾ പോകണ്ടേ. നമുക്കവിടെ എങ്ങാനും ഒരു ഇരിക്കാനുള്ള സ്പേസ് കിട്ടുമെന്നത് എന്തോ ഭാഗ്യത്തിൽ ഞങ്ങൾ പോവുകയും ഞങ്ങൾക്ക് അവിടെ AC കോച്ച് ഞങ്ങൾക്ക് കിട്ടിയിൽ ഒരു സീറ്റ് കിട്ടുകയും ചെയ്തിരുന്നു. കേരളത്തിൽ നിന്ന് തന്നെ പലരും നോർത്ത് സൈഡിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഡയറക്റ്റ് നമുക്ക് TT എപ്പോഴും വരാറില്ലായിരുന്നു. അങ്ങനെ ഒരു സീറ്റ് കിട്ടി അവിടെ ഇരുന്നു. അങ്ങനെ കൂടെയുള്ള ഒരു ഭായിനായിട്ട് ഇരുന്നത് പുള്ളിക്കാലത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചു, ഓക്കെ പറഞ്ഞു. പരിചയപ്പെട്ടൊരു ഭായിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ ഒരു വേറൊരു ഭായിയുണ്ട് രവി എന്നും പറഞ്ഞിട്ട്. അങ്ങനെ ആ ചേർന്നിട്ട് കമ്പനിയൊക്കെ ആയി. കൂടെ നല്ല അവരുടെ കൂട്ടത്തിൽ വേറെ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഭായിമാർ തന്നെ. അവിടത്തൊക്കെ കമ്പനിയായി. അങ്ങനെ ആ ഒരു 2 ദിവസം ഞങ്ങൾ പിന്നെ പോയത് ആ ഒരു AC കോച്ചിൽ ഇരുന്നിട്ട് അവരോടുള്ള കമ്പനിയെല്ലാം പറഞ്ഞ് സംസാരവും കാര്യങ്ങളും ഭക്ഷണമെല്ലാം ഷെയർ ചെയ്തിട്ട് അവരുടെ ഭക്ഷണം ഞങ്ങൾക്കും ഞങ്ങൾ വാങ്ങിക്കുന്ന ചിപ്സും അതിന് സ്നാക്സൊക്കെ അവർക്കൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെ പോകുന്നൊരു മനോഹരമായൊരു യാത്രയായിരുന്നു ആ ഒരു ട്രെയിൻ യാത്രയിലുണ്ടായി. അതിൽ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പിന്നെ ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ ഈ രവി ഭായ് നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഇന്ന സ്ഥലത്താണ് ഇന്ന കാര്യങ്ങൾ അങ്ങനെ ഓരോ കാരണം. പക്ഷേ നമ്മൾ എന്താ പറയുക അതൊന്നും വീഡിയോയിൽ കൂടുതലും ഞാൻ എടുക്കാൻ ശ്രമിച്ചിട്ടില്ലായിരുന്നു. കാരണം വെച്ചാൽ അതെല്ലാം അവിടെ ആ ഒരു കണ്ണുകൊണ്ടും പിന്നെ കാതുകൊണ്ടും കേൾക്കുകയാണ് ഉണ്ടായത്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ അതായത് ന്യൂ ജൽപഗുരി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞങ്ങൾ ഫസ്റ്റ് പോകാൻ ഞങ്ങൾ സിക്കിമിലേക്കാണ്. അങ്ങനെ ന്യൂ ജൽപഗുരി എത്തിയിട്ട് പിന്നെ അവിടെ ഞങ്ങൾ ബസ് മാർഗം അല്ലെങ്കിൽ ട്രെയിൻ മാർഗം നമുക്ക് സിക്കിമിലേക്ക് ഞങ്ങൾക്ക് സിലിഗുരിയിലേക്ക് അതായത് വെസ്റ്റ് ബംഗാളിൽ സിലിഗുരിയിലേക്ക് പോകാനായിട്ട്. അങ്ങനെ ന്യൂ ജൽപഗുരി എത്തി. അന്ന് ഞങ്ങൾ രാത്രിയാണ് എത്തുന്നത്. ഏകദേശം 12 മണി കഴിഞ്ഞിരുന്നു. ഞങ്ങൾക്ക് ട്രെയിൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. രവി ഭായിനായിട്ട് ഞങ്ങൾ പോകാൻ നേരത്ത് സംസാരിക്കേണ്ടായി. അപ്പോൾ ഭായിൻ്റെ ബൈക്ക് അതായത് കേരളത്തിൽ നിന്ന് ജൽപഗുരിക്ക് ട്രെയിൻ മാർഗം കുറേ റൂട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ബൈക്ക് ഭായിൻ്റെ എത്തിയിട്ടില്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ വിട്ടുപിരിഞ്ഞ് ഞങ്ങൾ നേരെ ന്യൂ ജൽപഗുരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഞങ്ങൾ പോയി ടെൻ്റ് അടിക്കാനുള്ള ഒരു സ്പോട്ട് നോക്കി നടന്നു. ആദ്യം പോയ സ്ഥലത്ത് ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞയക്കുകയുണ്ടായി. അങ്ങനെ പിന്നെ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് തന്നെ ഒരു റെയിൽവേൻ്റെ ഒരു കഫേ ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഞങ്ങൾ ടെൻ്റ് അടിച്ച് കിടക്കുകയുണ്ടായത്. അടിച്ച ശേഷം തന്നെ ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഒരു ഭക്ഷണം ഉണ്ടാക്കുകയും ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. കയ്യിൽ ബ്രെഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ചായയെല്ലാം ഉണ്ടാക്കി നേരെ അതെല്ലാം കഴിച്ച ശേഷം ഞങ്ങൾ നേരെ ടെൻറ്റിൽ പോയി കിടന്നുറങ്ങുകയുണ്ടായി. രാവിലെ കൊണ്ട് 4 മണി 5 മണിയായപ്പോഴത്തേക്കും നേരത്തെ നേരം വെളുക്കും. അതായത് നമ്മുടെ നാട്ടിലൊരു 7 മണി ഉണ്ടാകുന്ന ആ ഒരു കാലാവസ്ഥ, അതായത് ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥ അനുസരിച്ചിട്ട് അവിടെ നേരം വെളുക്കും. അപ്പോണ്ട് അവിടെ ആ ഒരു റെയിൽവേ കഫേൻ്റെ ആൾ നമ്മളെ വന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ നിന്ന് എണീച്ചെങ്കിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എണീച്ചു. ടെൻ്റെല്ലാം മടക്കി തൊട്ടടുത്തൊരു പോലീസിൻ്റെ ഇതുണ്ടായിരുന്നു, ഓഫീസുണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഞങ്ങൾ ഫ്രഷ് ആവുകയുണ്ടായി. അങ്ങനെ പിന്നെ അവിടെ നേരെ ഞങ്ങൾക്ക് പോകേണ്ട 7 മണിക്കാണ് ഞങ്ങൾക്ക് ന്യൂ ജൽപഗുരി റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾക്ക് സിലിഗുരി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഉണ്ടായത്. അങ്ങനെ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടെ നിന്ന് ടോയ്ലറ്റൊക്കെ പോയി അങ്ങനെ പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ ട്രെയിനിൽ കയറിയിട്ട് ഞങ്ങൾ സിലിഗുരിക്ക് പോവുകയുണ്ടായത്. സിലിഗുരിയിലേക്ക് എത്തുന്നു. സിലിഗുരിയിൽ നിന്ന് പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഗ്യാങ്ടോക്കിലേക്കാണ് പോകാനുള്ളത്. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ അപ്പോൾ ഈ ഒരു യാത്രയിൽ ഫസ്റ്റത്തെ ഈ ഒരു 3 ദിവസത്തെ ആ ഒരു യാത്രയിലുണ്ടായ അനുഭവം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഉൾപ്പെടുത്തി കാണിച്ചിട്ടില്ല. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ നമ്മൾ ന്യൂ ജൽപഗുരിയിൽ നിന്ന് നമ്മൾ നേരെ സിക്കിമിലേക്ക് പോകുന്ന യാത്രയും സിക്കിമിലുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി. ഇതൊരു പാർട്ടായി നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓണാക്കിയിട്ടാൽ നിങ്ങൾക്കപ്പോൾ അടുത്ത പോലെ നമ്മുടെ ഈ ഒരു കഥകൾ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ വീഡിയോസ് വീണ്ടും നമുക്ക് ഇടാനുള്ളൊരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഇപ്പോൾ പറഞ്ഞ ഒരു കഥകളുടെയൊക്കെ ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് നിങ്ങൾ അടിയിൽ പറയുക. അപ്പോൾ നമ്മുടെ വീഡിയോ
ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നേരെ ബെല്ലൈക്കൺ ഓണാക്കി ഇടുക. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.